രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യത്തിൽ ഹൈക്കോടതിയിൽ ഇന്ന് വിശദമായ വാദം നടക്കും. സാവകാശം കിട്ടിയാൽ ചില തെളിവുകൾ കൂടി ഹാജരാക്കാനുണ്ട് എന്ന് രാഹുൽ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധത്തിനപ്പുറം മറ്റൊന്നുമില്ലെന്നും തനിക്കെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദം. റിയ ബേബിയുണ്ട് വിവരങ്ങളുമായി. റിയ, ഗുഡ് മോർണിംഗ്. ഇന്ന് കുറച്ച് കൂടുതൽ സമയം കിട്ടിയാൽ കുറേ കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, പങ്കുവയ്ക്കാനുണ്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചിട്ടുണ്ടായെന്ന്. വിശദമായ വാദം കേൾക്കുകയാണല്ലോ. എപ്പോഴാണ് കോടതി നടപടികൾ, വിശദാംശങ്ങൾ എന്ത്? മോദി, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സംബന്ധിച്ചിടത്തോളം 2 കേസുകളിലെയും ഹർജികൾ ഇന്ന് ഹൈക്കോടതിയുടെ മുമ്പാകെ എത്തുന്നുണ്ട്. കാരണം രാഹുലിന് അല്പം ആശ്വാസമുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ നിന്ന് വന്ന നടപടികൾ. അതിന് പിന്നാലെയാണല്ലോ രാഹുൽ ഒളിവ് ജീവിതം അവസാനിച്ച് പുറത്തേക്ക് വരികയും ഒക്കെ ചെയ്തത്. പക്ഷേ ഇന്ന് ഈ ആദ്യ കേസിൽ മുൻകൂർ ജാമ്യം നൽകിയിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട വാദത്തിലേക്ക് ഇന്നാണ് ഹൈക്കോടതി പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവകാശപ്പെടുന്നത് ബലാത്സംഗ കുറ്റം തനിക്കെതിരെ നിലനിൽക്കില്ല, അത് പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണ്, കുറച്ചുകൂടി തെളിവുകൾ ഹാജരാക്കാനുണ്ട് എന്നതൊക്കെയാണ് രാഹുലിന്റെ അവകാശവാദം. പക്ഷേ അന്വേഷണ സംഘം അതിനെ പൂർണ്ണമായും എതിർക്കുന്നുണ്ട്. കാരണം ഈ 2 കേസുകൾ അവർ ഹൈക്കോടതിയുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു കുറ്റവാളിയുടെ സ്ഥിരം സ്വഭാവം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം കോടതിയെ ബോധിപ്പിക്കും. മാത്രമല്ല, ഈ പെൺകുട്ടികളടക്കം നൽകിയിട്ടുള്ള ഈ ക്രൂരമായ പീഡനം സംബന്ധിച്ചും അതിക്രമത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തി രാഹുലിനെതിരായ നടപടിയിലേക്ക് കടക്കുക എന്നതാണ് അന്വേഷണ സംഘം കണക്ക് കൂട്ടുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. അതിനെതിരെ സർക്കാർ നൽകിയ ഹർജിയാണ്. അതും ഇന്ന് ഹൈക്കോടതിയുടെ മുമ്പാകെ വരുന്നുണ്ട്. ഏതാണ്ട് ഉച്ചയ്ക്ക് മുമ്പ് 2 ഹർജികളും പരിഗണിക്കാനുള്ള സാധ്യതയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് എന്ത് ആശ്വാസമാകുമോ അതോ തിരിച്ചടിയാകുമോ കോടതിയുടെ നിലപാട് എന്നത് നിർണായകമാണ്. ആ തീരുമാനത്തിനനുസരിച്ചായിരിക്കും SIT അടക്കം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും കസ്റ്റഡിയിൽ എടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതും.